ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 4-ാമത്തെ അധ്യായം 9-ാമത്തെ ശ്ലോകം 5-ാമത്തെ ഭാഗം വാചികം. ശ്രോതാവിനെക്കുറിച്ച് പരീക്ഷിത് മഹാരാജാവിനെക്കുറിച്ച് പറയണു. ഓം അഭിമന്യുസുതം സൂത പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാശ്ചര്യം കർമാണി ച ഗൃഹീണി നാം. അഭിമന്യുസുതം, അഭിമന്യുവിൻ്റെ പുത്രനായിട്ടുള്ള ഭാഗവതോത്തമം, ഭാഗവതന്മാരിൽ ഉത്തമനായിരിക്കുന്ന അദ്ദേഹം ഭാഗവതന്മാരിൽ ഉത്തമനാണ് എന്ന് പറയപ്പെടുന്നു. പ്രാഹുഹു, അങ്ങനെ പറയപ്പെട്ടു, എല്ലാവരാലും പറയപ്പെട്ടു. എന്താ കാരണം? ഭാഗവതന്മാരിൽ ഏറ്റവും ഉത്തമനാണ് പരീക്ഷിത്ത് എന്ന് പറയാനുള്ള കാരണം ഒറ്റ തവണ ഭാഗവതം കേട്ടപ്പോൾ മുക്തി നേടി, അതന്നെയാണ് കാരണം. തസ്യ മഹാശ്ചര്യം, അദ്ദേഹത്തിൻ്റെ ജന്മത്തെക്കുറിച്ച് പറയുകയാണ്. മഹാശ്ചര്യം, അത്യത്ഭുതകരമായിട്ടുള്ള ജന്മത്തെയും കർമാണീച്ച, കർമ്മങ്ങളെയും നഹ ഗൃഹീണി, ഞങ്ങളോട് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പറയണേ എന്നുള്ള അർത്ഥത്തിലാണ്. വേണ്ട രീതിയിൽ മനസ്സിലാക്കി തരണേ എന്ന്. നമുക്കൊക്കെ ജന്മമുണ്ട്, പക്ഷേ അത് സാധാരണ ഒരു ജന്മം. പക്ഷേ പരീക്ഷിത്ത് അങ്ങനെയല്ല, കലിയെ നിഗ്രഹിച്ചയാളാണ്. അനവധി സൽക്കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ശേഷം ഉണ്ടായ ഒരു ഉണ്ണിയാണ്. ആ ഉണ്ണി ഉണ്ടായതിൻ്റെ ശേഷം അനവധി സൽക്കർമ്മങ്ങൾ ഈ മുത്തശ്ശന്മാർ ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹത്തിനാണ് അപ്പോൾ ഈ ഭാഗവതം കേൾക്കാനുള്ള ഒരു യോഗമുണ്ടായത്. അപ്പോൾ ആ ജന്മത്തിന് പ്രത്യേകത ഉണ്ട്. ജന്മത്തിന് എന്താ പ്രത്യേകത? ജന്മമേ പരീക്ഷിത്താണ്, പരീക്ഷണമായിരുന്നു. കാരണം ഉള്ളിലേക്ക് ആ ദ്രൗണിയുടെ, ഈ അശ്വത്ഥാമാവിൻ്റെ, ദ്രോണൻ്റെ പുത്രൻ്റെ ശങ്കരാംശമായിട്ടുള്ള ആ സംഹാരകാരകൻ്റെ അംശമായിട്ടുള്ള ദ്രൗണിയുടെ അസ്ത്രം, അതെങ്ങനെ ബ്രഹ്മാസ്ത്രമായിട്ടാണ് ഉത്തരയുടെ ഗർഭത്തിലേക്കാണ് ചെന്നത്. അപ്പോൾ അതൊന്ന് രക്ഷപ്പെടുത്തിയത് വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണുരാധൻ എന്ന് പേര്. അങ്ങനെയുള്ള പരീക്ഷത്തിൻ്റെ ജന്മമാണ് പറയണം എന്ന് പറഞ്ഞത്. അഭിമന്യുസുതം, അഭിമന്യുവിൻ്റെ ഉത്തരയിലുള്ള ആ പുത്രൻ, അല്ലയോ സൂത, പ്രാഹുഹു പറഞ്ഞു, പറയണം. ഭാഗവതൻ പ്രാഹുഹു പറയപ്പെട്ടിരിക്കുന്നു. എന്ത്? ഭാഗവത ഉത്തമം, ഭാഗവതന്മാരിൽ ഉത്തമനാണ് ഈ പരീക്ഷിത് മഹാരാജാവ് എന്ന് എല്ലാവരാലും പറയുന്നു. അങ്ങനെയാണ് ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത്. തസ്യ ജന്മ, അദ്ദേഹത്തിൻ്റെ ഈ ജന്മം മഹാശ്ചര്യം. എത്രയാണ് ആശ്ചര്യം ചോദിച്ചാൽ നിശ്ചയില്ല, അതിന് കുറച്ചധികം വ്യാഖ്യാനം ഉണ്ടല്ലോ. ഇതാണ് കഥ. എന്ത്? പരീക്ഷത്തിൻ്റെ ജീവൻ നശിക്കട്ടെ വിചാരിച്ച അപാണ്ഡവമിതം എന്ന ഈ ബ്രഹ്മാസ്ത്രം അശ്വത്ഥാമാവ് വിട്ട് കഴിഞ്ഞപ്പോൾ രക്ഷിച്ചത് ഭഗവാൻ തന്നെ അങ്കുഷ്ടമാത്രനായിട്ട് ഉത്തരയുടെ ഗർഭത്തിൽ കയറിയിട്ട് ഒരു കവചം പോലെ നിന്നു. അപ്പോൾ ആ ജന്മത്തിന് ആശ്ചര്യമുണ്ട്. ഇനി മാത്രമല്ല, ജനിച്ചു കഴിഞ്ഞപ്പോൾ ജീവൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയണു. അപ്പോൾ പാഞ്ചാലിയുടെ നിർബന്ധം കാരണമാണ് ജീവിച്ചത് എന്നും പ്രത്യേകം പറയുന്നുണ്ട്. കുന്തി പറഞ്ഞിട്ട് കൂട്ടാക്കിയില്ല, മുത്തശ്ശന്മാർ പറഞ്ഞിട്ട് കൂട്ടാക്കിയില്ല ഭഗവാൻ. പക്ഷേ പാഞ്ചാലി പറഞ്ഞപ്പോൾ, കാളി പറഞ്ഞപ്പോൾ കൂട്ടാക്കി. അതാണ് എന്താ കാരണം? ഈ ഭൂഭാരം മുഴുവൻ തീർത്തതായിട്ടുള്ള കാളിയും സത്യവതിയും പാഞ്ചാലിയും കൃഷ്ണനും. അപ്പോൾ ഇവരാലാണ് ഇത് ഭൂഭാരം തീർത്തത്, ദുഷ്ടത മുഴുവൻ തീർത്തത്. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയത് കൊടുക്കണ്ടേ? അതിന് കാളിയാൽ അനുഗ്രഹിക്കപ്പെട്ടു എന്നതാണ്. ഇപ്പോൾ കാളിയുടെ ആവശ്യപ്രകാരം കൃഷ്ണൻ പരീക്ഷത്തിനെ ജീവിപ്പിച്ചു എന്നതാണ്. അങ്ങനെ കർമാണി, തസ്യ ജന്മ മഹാശ്ചര്യം കർമാണീച്ച ഗൃഹീണി ന. അപ്പോൾ ഞങ്ങളോട് അത് പറയണേ, കേൾപ്പിക്കണേ. ഗ്രഹിക്കാൻ തക്കവണ്ണം. അതെങ്ങനെ? സാധാരണഗതിയിലൊരു കേൾപ്പിക്കൽ പോരാ, അതിൻ്റെ ഗൂഢമർമ്മ രഹസ്യങ്ങളൊക്കെ പലതുമുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അഭിമന്യുസുതം സൂത പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാശ്ചര്യം കർമാണി ച ഗൃണീഹി ന. സ സമ്രാട് കസ്യ വാഹേദോ പാണ്ഡൂനാം മാനവർദ്ധന പ്രായോ ഭുവിഷ്ടോ ഗംഗായാം അനാദൃത്യാധിരാട് ശ്രിയം. 10-ാമത്തെ ശ്ലോകം. സമ്രാട്ട് ചക്രവർത്തിയാണ്. രാജസൂയാദി കാര്യങ്ങളൊക്കെ അദ്ദേഹവും ചെയ്തിട്ടുണ്ട്. പാണ്ഡൂനാം, ആ പാണ്ഡുരാജാക്കന്മാർക്ക്, യുധിഷ്ഠിരാദികൾക്ക്, മാനവർദ്ധന,
മാനത്തെ വർദ്ധിപ്പിക്കുക, മുത്തശ്ശന്മാരുടെ യശസ്സിനെ വർദ്ധിപ്പിച്ചു. സഹ ആ പരീക്ഷിത് രാജാവ് അധിരാട് ശ്രീയം ചക്രവർത്തിയുടെ ഐശ്വര്യത്തിൻ്റെ മുഴുവൻ ആ പദത്തിന് അർഹതയുണ്ട് എന്ന് സാരം. അതാണ് അധിരാട്. അതിന് അതിൻ്റെ ഉടമസ്ഥൻ എന്ന നിലയ്ക്ക് തന്നെ അദ്ദേഹത്തിന് അർഹതയുണ്ട്. ശ്രീയം ആ ശ്രീയെ അനുഭവിക്കാനുള്ള അർഹതയുണ്ട്. അങ്ങനെയുള്ള ആ ചക്രവർത്തിയുടെ അനാദൃത്യ ആദരിക്കാത്തതായിട്ടുള്ള കസ്യവാഹേതോഹോ എന്ത് കാരണം കൊണ്ടാണ് ഗംഗായാം ഈ ഗംഗാതീരത്ത് പ്രായോപവിഷ്ട പ്രായോപവേശം ചെയ്തത്. ഗംഗാതീരത്ത് ഗംഗയിലേക്ക് നോക്കിക്കൊണ്ട് വടക്കോട്ട് നോക്കിക്കൊണ്ട് പ്രായോപവേശം ചെയ്ത് ഇങ്ങനെ മരിക്കാൻ ഒരു തീരുമാനത്തിലെത്താനുള്ള കാരണം എന്താ? ഇത്രയും സാത്വികനായിട്ടുള്ള സന്മനസ്ഥിതി അങ്ങനെയുള്ള ഈ പരീക്ഷിത് രാജാവ് സഹ സമ്രാട്ട് ആ സമ്രാട്ട് എല്ലാ അർത്ഥത്തിലും യുധിഷ്ഠിരാദികൾക്കും അതേപോലെ തന്നെ ഈ പരീക്ഷിത് സ്വയമേവയും സമ്രാട്ടാണ്. അങ്ങനെയുള്ള സമ്രാട്ട് കസ്യവാ ഹേതോഹോ എന്ത് കാരണം കൊണ്ടാണ് ഇപ്രകാരം പാണ്ഡൂനാം മാനവർദ്ധന പാണ്ഡവന്മാർക്കൊക്കെ മാനത്തെ വർദ്ധിപ്പിച്ചതായിട്ടുള്ള ഈ പരീക്ഷിത് രാജാവ് എന്തുകൊണ്ടാണ് പ്രായോപവിഷ്ട മരിക്കണവരെ ആഹാരം കഴിക്കില്ല എന്ന് നിശ്ചയിച്ചത്? പ്രായോപവിഷ്ട മരിക്കണവരെ ആഹാരം കഴിക്കില്ല, ജലപാനല്ല. ഗംഗായാം ഗംഗയുടെ തീരത്ത് ഗംഗയെ നോക്കിക്കൊണ്ട് ഗംഗായാം ഗംഗയുടെ പിന്നെയോ അനാദൃത്യ എന്തോ ഒരു കാരണം ഒരു ആദരവ് പോരായ്മ വന്നിട്ടുണ്ട്. ആദരിക്കാത്ത ഒരു ഭാവത്തെ ഉണ്ടായിട്ടുണ്ട് അനാദൃത്യ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആദരവില്ലാത്തൊരവസ്ഥ വന്നു? അധിരാട്ട് ആണ് എന്തിൻ്റെ? ശ്രീയത്തിൻ്റെ അധിരാട്ടാണ്. ശ്രീയം എന്നുള്ളത് തന്നെ സമ്പത്ത് മറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് മുഴുവനെ വേണ്ട രീതിയിൽ അനുഭവിക്കാൻ എല്ലാ അർഹതയും ഭഗവാനാൽ കൊടുക്കപ്പെട്ടതാണ്. അപ്പോൾ ശ്രീയത്തിൻ്റെ ഈ ശ്രീയുടെ അധിരാട്ടാണ്. എല്ലാ അർത്ഥത്തിലും അതിനെ അനുഭവിക്കാനുള്ള യോഗ്യത മുഴുവനുണ്ട്. അപ്പോൾ പരീക്ഷിത്ത് ഇവിടെ ജൈവനെ ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ മുക്തി നേടുന്നത് 66-ാമത്തെ വയസ്സിലാണ്. 120 വയസ്സ് വരെ എന്ന് കൂട്ടുക. അല്പായു ആകുമ്പോൾ 32 വയസ്സ്, അർത്ഥായു ആകുമ്പോൾ 60 വയസ്സ്, ദീർഘായു ആകുമ്പോൾ 84 വയസ്സും അതിൻ്റെ മീതുള്ളതും. അപ്പോൾ ഇവിടെ അർത്ഥായു ആണ്. അപ്പോൾ ശരിക്ക് അല്പായു എന്നാണ് പറയുക. 66 എന്ന് പറയുമ്പോൾ പകുതി ആയുസേ ആയിട്ടുള്ളൂ. 120 ആകുമ്പോൾ ഇനിയുണ്ട് 54 കൊല്ലം ഇനിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പിഴവുണ്ട്. എന്താ ഇങ്ങനെ പിഴയ്ക്കാനുള്ള കാരണം എന്നാണ്. സഹ സമ്രാട്ട് കസ്യവ ഹേതോഹോ പാണ്ഡുവിന മാനവർദ്ധന പാണ്ഡുവിൻ്റെ കൂടി മാനത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള പാണ്ഡവന്മാരുടെ മുഴുവൻ മാനത്തെ വർദ്ധിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ സമ്രാട്ടായിട്ടുള്ള ഭക്തനായിട്ടുള്ള ഭഗവാനാൽ രക്ഷിതനായിട്ടുള്ള വിഷ്ണുരാധനായിട്ടുള്ള ജന്മം തന്നെ പരീക്ഷണമായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള മേന്മകളുള്ള അദ്ദേഹം എന്തിനാ ഈ മരിക്കണവരെ ആഹാരം സ്വീകരിക്കില്ല എന്നൊരു വ്രതം സ്വീകരിച്ചത്? പ്രായോപവിഷ്ട. അതേപോലെ എങ്ങനെ ഇങ്ങനൊരു അനാദരവ് വരാനുള്ള കാരണം അദ്ദേഹത്തിന്? അത് മഹാകഷ്ടമാണല്ലോ. പിന്നെ ഗംഗായാം ഗംഗയുടെ തീരത്താണല്ലോ ഈ പ്രായോപവിഷ്ടം ചെയ്തത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? മാത്രമല്ല അധിരാട്ട് ശ്രീയം ആണ്, ശ്രീയത്തിൻ്റെ അധിരാട്ടാണ്. അപ്പം അങ്ങനെയുള്ള സമ്രാട്ടിന് ഇങ്ങനെ ഒരു കാര്യം വരാനുള്ള കാരണം എന്താ? സമ്രാട് കസ്യവാ ഹേതോഹോ പാണ്ഡൂനാം മാനവർദ്ധന പ്രായോപവിഷ്ടോ ഗംഗായാം അനാദൃത്യാധിരാട് ശ്രിയം. 11-ാമത്തെ ശ്ലോകം. നമന്തി യത് പാദനികേതമാത്മനാ ശിവായ ഹാനീയധനാനി ശത്രവ കഥം സവീര ശ്രിയമംഗദുസ്ത്യജാം യുവൈഷതോ സ്രഷ്ടുമഹോ സഹാസുഭി. ശത്രുക്കൾ ആത്മനഹ ഈ ജീവാത്മാവിൻ്റെ ശിവായ മംഗളത്തിനായിക്കൊണ്ട് ധനങ്ങളെ ആനീയ കൊണ്ടുവന്നിട്ട് സ്പഷ്ടമാകും വണ്ണം. അവിടെ എന്ന് വെച്ചാൽ ഉറപ്പിച്ചതെന്ന് അർത്ഥത്തിലേ ഉള്ളൂ. യത് പാദനികേതം ആരുടെ ഈ കാൽക്കലാണോ കൊണ്ടുവയ്ക്കുന്നത് നമന്തി എന്നിട്ട് നമസ്കരിക്കുന്നത് വീരഹ അങ്ങനെയുള്ള വീരൻ തരുണനുമായിട്ടുള്ള യുവാവായിട്ടുള്ള സഹ അദ്ദേഹം ആ പരീക്ഷിത് മഹാരാജാവ് അസുഭിഹി സഹ പ്രാണങ്ങളോട് കൂടിയിട്ട് ദുസ്ത്യജാം ഉപേക്ഷിക്കാൻ കഴിയാത്തതായിട്ടുള്ള ശ്രീയം ഈ ഐശ്വര്യത്തെ ഉത്സൃഷ്ടും ഉപേക്ഷിക്കാനായിക്കൊണ്ട് കഥം എങ്ങനെ ഐഷത ആഗ്രഹിച്ചു. അഹോ ആശ്ചര്യം. പ്രായോപവിഷ്ടം ഗംഗായാം
ആണ്. അതിനെ വിസ്തരിച്ചതാ. ഈ ശത്രുക്കള്, അതായത് പരീക്ഷത്തിൻ്റെ ഏതെങ്കിലും തരത്തിൽപ്പെട്ടതായിട്ടുള്ള, സ്വതേ പരീക്ഷത്തിന് ശത്രുത ഇല്ല എന്നാണ്. പരീക്ഷത്ത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു ആളാണ്. പാണ്ഡവന്മാർക്ക് ദുര്യോധനാദികളുടെ ശത്രുത തീർന്നതോട് കൂടിയിട്ട് പിന്നീട് ഈ പേരക്കുട്ടി ആണ് പിന്നെ രാജാവായിട്ട് വന്നത്. പിന്നീട് പാണ്ഡവർക്കും ഈ രാജാക്കന്മാരൊന്നും ശത്രുക്കളായിട്ടില്ല. അതേപോലെ ഈ പരീക്ഷത്തിനും ശത്രുക്കൾ ഉണ്ടായിട്ടില്ല. എങ്കിലും പറയാണ്, ഏതെങ്കിലും തരത്തിൽ ശത്രുഭാവം ഉണ്ട് എങ്കിൽ അവരൊക്കെ ഈ പരമാത്മാവിനെ പോലെ കണക്കാക്കുന്ന രീതിയിൽ ഈ പരീക്ഷിത്താകുന്ന ആ രാജാവിൻ്റെ മുമ്പിൽ ശിവായ, അത്രയും മംഗളം ആണ്. അവിടെ ആത്മനഃ ശിവായ എന്നുള്ളത് ഈ ശത്രുക്കളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ എന്നർത്ഥം. ശത്രവഹ ആത്മന ശിവായ, ശത്രുക്കൾ ഈ സ്വന്തം ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മംഗളത്തിനായിക്കൊണ്ട് ധനം തൊട്ടുള്ള ഓരോന്നും ആനീയ കൊണ്ടുവന്നിട്ട്, എന്തൊരത്ഭുതം! ഉറപ്പായിട്ടും അവിടെ കൊണ്ടുവരികയാണ്. എന്തിന്? ഈ കാൽക്കൽ വെക്കാൻ വേണ്ടിയിട്ട്. യത് പാദനികേതം, ഈ പരീക്ഷത്തിൻ്റെ കാൽക്കൽ വെച്ച് നമസ്കരിക്കുകയാണ്. നമന്തി, എന്നിട്ട് നമസ്കരിക്കുന്നു. വീരഹ, അങ്ങനെയുള്ള വീരനായിട്ടുള്ള ഈ പരീക്ഷിത്ത് രാജാവ് യുവാവാണ്. സഹ, ആ പരീക്ഷിത്ത് അസുഭിഹി സഹ, പ്രാണനോട് കൂടിയിട്ട് ദുസ്ത്യജാം, ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഈ ശരീരം എങ്ങനെയാ? നല്ല യുവാവാണ്. അതിനെ ഉപേക്ഷിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവുമോ? ശരീരത്തിൻ്റേത് എന്ന് പറയുന്ന രാജ്യായാലും ഭണ്ഡാരായാലും മറ്റേ കന്യകമാരായാലും എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ സ്വത്തുക്കൾ ധാരാളമുണ്ട്. അപ്പോൾ സുഖിക്കാനുള്ള സമയമാണ്. ഒരു ശത്രുക്കളും ഇല്ല. സത്യം പറഞ്ഞാൽ ഒരു ശത്രുക്കളില്ല. ശത്രുക്കളൊക്കെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഈ പാദത്തിൽ എന്താ വെച്ചാൽ സമർപ്പിക്കും. അങ്ങനെ കീഴടങ്ങുന്ന ഒരു ഭാവമുള്ളത്. എന്നിട്ടും ഈ പരീക്ഷിത് രാജാവ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രാണങ്ങളെ ഈ ശരീരത്തോട് കൂടിയിട്ട് ദുസ്ത്യജാം, ഉപേക്ഷിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഈ ശ്രീയം ഐശ്വര്യത്തെ അത്രയും കൂടുതലുണ്ട്. ഇത് ഉപേക്ഷിക്കാൻ വളരെ പ്രയാസമുണ്ട്. ഈ ഉത്സരഷ്ടും ഉപേക്ഷിക്കാനായിക്കൊണ്ട് കഥം ഐഷത, എന്ത് കാരണം കൊണ്ടാണ് ഇച്ഛിച്ചത്? ഇങ്ങനെ ഒരു ആഗ്രഹം വന്നത്? അഹോ ആശ്ചര്യം! അതാണ് നമന്തി യത് പാദനികേതമാത്മന, നമന്തി നമസ്കരിക്കുന്നു. യത് പാദം, ആരുടെ പാദം? ഈ പരീക്ഷത്തിൻ്റെ പാദം. പാദനികേതം, അതിൻ്റെ ആ താഴത്ത് വന്നിട്ട് ആത്മനഹ, ഈ ശത്രുക്കളാകുന്ന അവരുടെ ജീവനെ ശിവായ, ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശിവായ. എന്നിട്ടോ ഹാനീയ, അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? നശിപ്പിക്കണം എന്ന് അങ്ങനെ ഒരു ഉദ്ദേശം ഒരിക്കലും ഈ ശത്രുക്കൾക്കും ഉണ്ടാവില്ല. കാരണം എൻ്റെ ജീവനെ രക്ഷിക്കണം വെച്ചാൽ പരീക്ഷത്തിനെ ആശ്രയിക്കണം എന്ന തോന്നല്. ധനാനി ശത്രവാഹാം, ഈ ശത്രുക്കള് ധനം തൊട്ടുള്ള മുഴുവൻ ആനീയ, ധനം തൊട്ടുള്ള സകലതും കൊണ്ടുവരികയാണ്. ആനീയ, കൊണ്ടുവരുന്നു. ആനീയ ശിവായ, ആനീയ, അവിടെ മുറിക്കണം. ആനീയ, അങ്ങനെ ധനത്തെ കൊണ്ടുവന്നിട്ട് എവിടെയാണ് വെക്കണത്? യൽപാദ നികേതനം, ആരുടെ പാദത്തിലാണ് വെക്കണത്? പരീക്ഷിത് രാജാവിൻ്റെ പാദത്തിലാണ് വെക്കണത്. ഇങ്ങനെ വെക്കുന്നു. ഈ കഥം സവീരഹ, എന്തുകൊണ്ട് പിന്നെ ഇപ്രകാരത്തിൽ ഈ ശ്രിയം അല്ലയോ അംഗ ദുസ്ത്യജാം, ഈ സൂതമഹാശയനെ ഒന്നിങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്തതായിട്ടുള്ള യുവാവായിട്ടുള്ള ഐഷത ഇപ്രകാരത്തിൽ ആഗ്രഹിക്കുക എന്നത്, യുവ ഐഷത ഉത്സൃഷ്ടും, ഉപേക്ഷിക്കുക എന്നത്, അഹോ അത്ഭുതം തന്നെ. സഹ ആസുഭി, സഹ അസുഭി, അസു എന്നുള്ളത് പ്രാണങ്ങൾ എന്നാവാം, ഇന്ദ്രിയങ്ങൾ എന്നാവാം, സുഖഭോഗങ്ങൾ എന്നാവാം, ഇതൊക്കെ ആവാം. അസു എന്നുള്ളത് സ്വതേ പ്രാണങ്ങളായിട്ട് പറയും, ഇന്ദ്രിയങ്ങളായിട്ട് പറയും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? പ്രാണനും ഇന്ദ്രിയങ്ങളും ജീവനും ഒക്കെ ഈ ശരീരത്തെ വേർപെട്ടു പോകും. അതാണ് അസുഭി സഹ എന്ന് പറയാനുള്ള കാരണം. പിന്നെ ഈ പ്രാണൻ പോകുന്നതോട് കൂടിയിട്ട്, ജീവൻ പോകുന്നതോട് കൂടിയിട്ട് മറ്റും നഷ്ടപ്പെടും. എന്ത്? ചക്രവർത്തി പദം നഷ്ടപ്പെടും. സുഖിക്കാനുള്ള എല്ലാ സമ്പത്തുകളെല്ലാം മുഴുവൻ ഉണ്ട്, അത് മുഴുവൻ നഷ്ടപ്പെടും. ബാക്കി ആയുസ് നഷ്ടാവും. അപ്പം എന്തിനാ ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രായോപവേശം ചെയ്തത്? ഇതാണ് ചോദ്യം. നമന്തി യത് പാദ നികേതം ആത്മനഃ
നമസ്കരിക്കുന്നു. ആരുടെ പാദത്തിൽ? ഈ ജീവാത്മാക്കൾ, ശത്രുക്കളായിട്ടുള്ള ജീവാത്മാക്കളാണ്. ജീവാത്മാക്കൾ ശിവായ ഹ, ശിവത്തിന് വേണ്ടിയിട്ട്, മംഗളത്തിന് വേണ്ടിയിട്ട് ഹ. അത്ഭുതം തന്നെ. എന്നിട്ട് ഉറപ്പായിട്ട് ചെയ്യുന്നുണ്ട്. അതാ രസം. ആനീയ ധനാനി, ധനങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവരണു. ശത്രവഹ, ശത്രുക്കൾ കൂടി. എന്നിട്ടോ കഥം സ വീരഹ, എന്നിട്ട് കഥം, എന്തിനു വേണ്ടിയിട്ടാ ഈ വീരൻ, സഹാവീരഹ, പരീക്ഷിതാകുന്ന ഈ വീരൻ, ശ്രിയം, ഈ ശ്രിയത്തെ മുഴുവൻ, അംഗലിയോ അംഗ സ്വതമഹാശനോട് പറയുക, ദുസ്തേജാം, സ്വതയെ ത്യജിക്കുക എന്നുള്ളത് അത്ര താല്പര്യമില്ല. ഉപേക്ഷിക്കാൻ വയ്യാത്തതായിട്ടുള്ള ദുസ്ത്യജാം, ഉപേക്ഷിക്കാൻ വയ്യാത്തതായിട്ടുള്ള അത്രയും കൂടുതലുണ്ട്. യുവത്വമുണ്ട്. അത് പ്രത്യേകം പറയാണ്, യുവത്വമുണ്ട്. മാത്രമല്ല ആയിഷത അത് ആഗ്രഹിക്കുകയും ചെയ്തു. എന്താ ആഗ്രഹിച്ചത്? ഉത്സ്രഷ്ടും, യുവഭാവത്തെ, ഈ യൗവനത്തെ ഉപേക്ഷിച്ചു, ധനത്തെ മുഴുവൻ ഉപേക്ഷിച്ചു. ഈ ശത്രുക്കൾ പോലും നമസ്കരിക്കുന്നതായിട്ടുള്ള ആ ഒരു പ്രഭാവത്തെ, ആ ചക്രവർത്തി പദത്തെ, അതേപോലെ ഭക്തനാണ്, മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട് ഐശ്വര്യത്തിന്, അത് മുഴുവൻ ഉപേക്ഷിക്കുകയാണ്. ഉത്സൃഷ്ടും ഐഷത, ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. എന്തുകൊണ്ടാത്? അഹോ, ഇത് വല്ലാത്ത അത്ഭുതം തന്നെയാണ്. സഹ അസുഭി, പ്രാണനെ പോലും ത്യജിക്കുകയാണ്, ജീവനെ ഉപേക്ഷിക്കുകയാണ്, ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുകയാണ്, മുക്തിക്ക് ആഗ്രഹിക്കണു. കഷ്ടല്ലേ ഇത്? എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? നമന്തി യത്പാദനികേതമാത്മന ശിവായ ഹാനീയധനാനി ശത്രവ കഥം സവീര ശ്രിയമംഗദുസ്ത്യജാം യുവൈഷതോത്സൃഷ്ടുമഹോ സഹാസുഭി ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യ ഉത്തമശ്ലോകപരായണാ ജനാ ജീവന്തി നാത്മാർത്ഥമസൗ പരാശ്രയം മുമോച നിർവിദ്യ കുതഃ കളേബരം. ലോകസ്യ, ഈ ലോകത്തിൻ്റെ, ശിവായ, മംഗളത്തിനായിക്കൊണ്ട്, ഭവായ, അത് കൂടുതൽ കൂടുതൽ സമൃദ്ധി കൈവരുകയാണെങ്കിൽ അതിനെ വീണ്ടും വീണ്ടും ആസ്വദിക്കും. അത് സംസാരത്തിന് കാരണമാകും. അപ്പോൾ ഭവായ എന്നവിടെ ഉപയോഗിച്ചു. ഇപ്പോൾ ഭാവം സ്വതേ രണ്ട് തരത്തിലുണ്ട്. നമുക്ക് ഇഷ്ടമല്ലാത്തതിനെ ദുഃഖമായിട്ട് ഇങ്ങനെ അനുഭവിക്കുമ്പോൾ അതിനെ നമ്മൾ ഭവം എന്ന് പറയും. വളരെ സുഖത്തോടു കൂടിയിട്ട് അനവധി ജന്മങ്ങൾ സ്വീകരിക്കുമ്പോൾ അതും ഭവം തന്നെയാണ്. അവിടെയാ പ്രശ്നം. നമുക്ക് സുഖത്തോടു കൂടിയിട്ട് ധാരാളം ജന്മങ്ങളെ കിട്ടിയിട്ട് എന്ത് കാര്യം എന്നത് ജ്ഞാനികളൊക്കെ ചോദിക്കണം. പരമസുഖമായിട്ട് ഇങ്ങനെ ഉണ്ണാ ഉറങ്ങുക, ഒരു പണിയെടുക്കണ്ട, ഒരു വിഷമങ്ങളും ഇല്ല, ദുഃഖേ ഇല്ല, അങ്ങനെ അനവധി ജന്മം കിട്ടിയെന്ന് കൂട്ടുക. എന്താ അതുകൊണ്ടൊരു നേട്ടമുള്ളത്? മഹാചാര്യന്മാര്, മഹാഗുരുക്കന്മാര്, ജ്ഞാനികൾ പറയുന്നത്, ഭക്തന്മാർ പറയുന്നത് ആ സുഖം നഷ്ടമാണ്, വ്യർത്ഥമാണെന്ന്. സച്ചിദാനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കണം. ഭഗവാനോട് കൂടിയിട്ട് വേണം ഈ സുഖത്തെ ആസ്വദിക്കാൻ. അതല്ലെങ്കിൽ അത് ജീവിതം തന്നെ നഷ്ടമാണ് എന്നാണ്. ഒരു ദുഃഖമില്ല, വേദനയില്ല, ശരീരത്തിന് പ്രശ്നമില്ല, മനസ്സിന് പ്രശ്നമില്ല, ഒരു സുഖക്കുറവുമില്ല. എന്നാലും അത് വേണ്ട എന്നാണ് ജ്ഞാനികൾ പറയണത്. ഭഗവാനോട് കൂടാത്തതായിട്ടുള്ളൊരു സുഖം സുഖമല്ല. കാരണം നിയമം അങ്ങനെയാണ്, സുഖസ്യാനന്തരം ദുഃഖം. ഇപ്പം ഈ ജന്മങ്ങളല്ല, 1000 ജന്മം എടുത്തു, 1000 ജന്മവും സുഖമാണ്. പക്ഷേ മൃഗൻ പറഞ്ഞ കൂട്ടത്തിൽ അത് ഒടുക്കം അനുഭവിക്കേണ്ടി വരുമോ? അപ്പോൾ ഈ സുഖത്തിന് വേണ്ടിയിട്ട് ജീവിച്ചത് മുഴുവൻ ചിലപ്പോൾ അതിൻ്റെ പ്രാരബ്ധ ബാക്കി മുഴുവനെ ഈ വരും ജന്മങ്ങളിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട, ആദ്യം ഓന്തായിക്കോട്ടെ, കുഴപ്പമില്ല, എന്നാൽ പിന്നെ മുക്തി, പിന്നെ ഇല്ലല്ലോ, പിന്നെ ജന്മം വേണ്ട, അതാണ്. അപ്പോൾ ജന്മം വേണ്ടാത്തൊരവസ്ഥയാണ് സ്വതേ നല്ലത്. ലോകസ്യ ശിവായ ഭവായ. അപ്പോൾ ഭവം എന്നുള്ളത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. എത്ര സമൃദ്ധിയായാലും ശരി, വേണ്ട. ഭൂതയെ, ഈ വിഭൂതികൾ മുഴുവൻ, വിഭൂതിച്ച ഭസ്മം അല്ലാട്ടോ ഉദ്ദേശിച്ചത്. വിഭൂതി വെച്ചാൽ നമുക്ക് അനുഭവിക്കാൻ വേണ്ട വസ്തുക്കൾ, അതെന്തായാലും ശരി, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളേ ഉള്ളൂ. അതിനെ നമ്മൾ കാഴ്ചയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് രൂപത്തെ, അതേപോലെ തൊടുമ്പോൾ സുഖത്തെ, കേൾക്കുമ്പോൾ നല്ല മധുരം, രുചിക്കുമ്പോൾ മധുരം, അങ്ങനെയല്ലേ? അപ്പോൾ അത് സ്വതേ അങ്ങനെയാണ് വരിക. നമ്മൾ ഈ കാണുന്നതും അനുഭവിക്കുന്നതും മുഴുവൻ ഭവം ആണ്, സുഖത്തിന് വേണ്ടിയിട്ടാണ്, ഐശ്വര്യത്തിന് എന്ന് കണക്കാക്കുക. അത് ഉത്തമ ശ്ലോക പരായണ. എന്നാലോ ഇത് ഭഗവത് പരമായിട്ടാണ് ചെയ്യുന്നതെങ്കിലോ, ഭഗവാനോട് കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നതെങ്കിലോ,
അത് എത്ര ജന്മം കിട്ടിയാലും നഷ്ടമില്ല. കാരണം വീണ്ടും അതിന് കർമ്മ ബാക്കി വരില്ല, കാമ ബാക്കി വരില്ല. മറ്റത് കർമ്മ ബാക്കി വരും, കാമ ബാക്കി വരും. ഇതേ വ്യത്യാസമുള്ളൂ. സഗർഭമായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ അത് കർമ്മവാക്യം കാമവാക്യം വരില്ല. അഗർഭമായിട്ടാണ് വരുന്നതെങ്കിൽ, ഭഗവാനോട് കൂടാതെ കണ്ടാണ് ഈ അഷ്ടാംഗ യോഗാദികൾ അതല്ലെങ്കിൽ മറ്റെല്ലാ ഉപാസനകളും വരുന്നത് എങ്കിൽ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ഈ സുഖം തന്നെയാണ്, എല്ലാ സുഖമുണ്ട്. പക്ഷേ അത് കാമവാക്കി കർമ്മവാക്കി വരും. ഇതിനത് വരില്ല. അതാണ് പ്രത്യേകത. അപ്പം അതുകൊണ്ട് ഈ ഉത്തമ ശ്ലോക പരായണ, ഭഗവാനെ ആശ്രയിക്കുന്നതായിട്ടുള്ള ഈ ജനങ്ങൾ ജീവന്തി ജീവിക്കുന്നു. എന്നാ ആത്മാർത്ഥം, അത് ആത്മാർത്ഥമായിട്ടല്ല, ജീവന് വേണ്ടിയിട്ടല്ല, ശരീരത്തിന് വേണ്ടിയിട്ടാണ്. അത് നഷ്ടമാണ്. അസൗ, ഈ രാജാവ് നിർവിദ്യ, ഇപ്രകാരത്തിൽ തന്നെ വേണ്ട വിധം ചെയ്തിട്ട് എന്ന് സാരം, അതാണ് അനുഭവിച്ചിട്ട് എന്ന് സാരം. പരാശ്രയം, മറ്റുള്ളവർക്ക് കൊടുക്കുക. അതേപോലെ തന്നെ പരാശ്രയം, അന്യർക്ക് ആശ്രയമായിട്ട് സ്വയം ഭവിക്കുക. അതായത് അന്യർക്ക് എന്തൊക്കെയാണ് വേണ്ട വെച്ചാൽ അത് മുഴുവനെ കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് തോന്നും? ഇദ്ദേഹത്തിനെ ആശ്രയിക്കണം എന്ന് തോന്നും. അങ്ങനെയുള്ള ഭാവത്തിൽ ഈ കളയപരം, ഈ ശരീരത്തെ കുതഹ, എന്തിനു വേണ്ടിയിട്ടാണ് മുമോച ഉപേക്ഷിച്ചത്? അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തന്മാർ ലോകത്തിൻ്റെ സുഖത്തിനായിട്ടാണ്, ലോകത്തിൻ്റെ ഹിതത്തിനും ജീവൻ്റെ സുഖത്തിനും അതേപോലെ ഭഗവാന്റെ ഹിതത്തിനും ആയിട്ടാണ് ജീവിക്കുക. അപ്പോൾ സമൃദ്ധിയുണ്ട്, ഐശ്വര്യമുണ്ട്. അവരത് സ്വയമേവ സമ്പാദിക്കൊന്നും വേണ്ട, തന്നെ വന്നോളും. അത് അവർക്ക് വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അന്യർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഈ ശരീരത്തെ, അതിനെ ചക്രവർത്തി എന്ന രീതിയിൽ ഭഗവാൻ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചക്രവർത്തി പദത്തെയാണ് ഇപ്പോൾ ഉപേക്ഷിക്കുന്നത്. അതെന്ത് കാരണത്തിനാണ് ഉപേക്ഷിക്കുന്നത്? ഇത്രയും വിരക്തി വരാനുള്ള കാരണം എന്താണ്? ഈ ധനം തൊട്ടുള്ള ഈ സുഖം കിട്ടേണ്ടതായിട്ടുള്ള പലതിൽ നിന്നും ശരീരത്തെ പോലും ഉപേക്ഷിക്കുക എന്ന തീരുമാനത്തിൽ എത്താനുള്ള കാരണം എന്താ? എന്തൊക്കെ നഷ്ടബോധം വന്നാലും ഭഗവാൻ ഈ രക്ഷിക്കുന്നുണ്ട്. പിന്നെന്തിനാ പേടിക്കുന്നത്? ആ ക്ഷേമത്തെ, ഈ ശരീരത്തെ രക്ഷിക്കുക എന്ന ഒരവസ്ഥയെ, അതേപോലെ ലോകക്ഷേമത്തെ നോക്കാതെ കണ്ട്, ഇത് ഭഗവാന്റെ ഹിതമാണോ എന്ന് അറിയാതെ കണ്ട് ആണോ ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി നിശ്ചയിച്ചത്? അപ്പോൾ പ്രായോപവേശം ചെയ്തതിന് മതിയായിട്ട് കാരണമുണ്ടാകും. ആ കാരണം എന്ത് എന്നറിയാനാണ് ഈ ചോദ്യം. ശിവായ ലോകസ്യ ഭവായ ഭൂതയെ. അപ്പോൾ ഈ മംഗളത്തിന് വേണ്ടിയിട്ട്, ശിവായ മംഗളത്തിന് വേണ്ടിയിട്ട്, ലോകസ്യ ലോകത്തിൻ്റെ മംഗളത്തിന് വേണ്ടിയിട്ട്, ലോകസ്യ ശിവായ, പിന്നെ ഭവായ ഭൂതയെ. അപ്പോൾ ഈ ഭൂതികൾ മുഴുവൻ എന്തൊക്കെയാണോ ഉള്ളത് വെച്ചാൽ അത് മുഴുവനെ അത് സുഖിക്കാൻ വേണ്ടിയിട്ട് ഭവായ. ഈ ഉത്തമ ശ്ലോക പരായണ ജനാഹ, ഈ ഉത്തമ ശ്ലോക പരായണനായിട്ടുള്ള പരീക്ഷിത് രാജാവ്, അതേപോലെ തന്നെ ജനങ്ങൾ ഈ പരീക്ഷിത് രാജാവിനെ ആശ്രയിക്കുന്നു എന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ജീവന്തി, ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ന ആത്മാർത്ഥം അസൗ, ഇത് ജീവന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടോ ജീവന്റെ മുക്തിക്ക് വേണ്ടിയിട്ടോ അല്ല, ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അത് കഷ്ടമാണ്. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ ജീവന്റെ മുക്തിക്ക് വേണ്ടിയിട്ടല്ലേ, സുഖിക്കാൻ വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഭഗവാനാൽ കൊടുക്കപ്പെട്ടത്, അതിനെ സ്വീകരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ജനങ്ങളും അങ്ങനെ ആശ്രയിക്കണു. അപ്പോൾ പരാശ്രയം എന്നുള്ളത് അന്യന്മാർക്ക് ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട ഒരു ജന്മമാണ് പരീക്ഷത്തിൻ്റെ. ആ ജന്മത്തെയാണ് ഇപ്പോൾ ഉപേക്ഷിക്കുന്നത്. അത് കഷ്ടല്ലേ? മുമോച, ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഈ കളയപരത്തെ കുത മുമോച, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ വലിയൊരു നഷ്ടബോധമാണ് നമ്മൾക്കൊക്കെ തോന്നുന്നത് എന്നതാണ്. ഇങ്ങനൊരു വൈരാഗ്യം വരാനുള്ള കാരണം എന്താ? നിർവിദ്യ എന്നുള്ളതിൻ്റെ അർത്ഥം വൈരാഗ്യം എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിരക്തി. നിർവേദിച്ചിട്ട്, വൈരാഗ്യത്തോട് കൂടിയിട്ട് ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ വൈരാഗ്യവാനായിട്ട് എന്ന് സാരം. നിർവിദ്യ വേദം അതാണ്. അപ്പോൾ അതിനെ ഒരു ജ്ഞാനത്തോട് കൂടിയിട്ട് ഇത് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചു എന്നുള്ളതാണ്. അതാണ് നിർവിദ്യ. അപ്പോൾ വൈരാഗ്യം എന്നുള്ള അർത്ഥത്തിലാണ് വരിക. അപ്പം ഇങ്ങനെ ഇവിടെ ഗതികേടുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് പറയരുത്, കാരണം ശാപം കിട്ടിയിട്ടാണല്ലോ. അപ്പോൾ ഗതികേടുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് അതിനെ അർത്ഥം പറയുമ്പോഴാണ് നമ്മൾ
പാഖണ്ഡം പറയുക. അപ്പം അങ്ങനെയല്ല, ഇത് അറിഞ്ഞുകൊണ്ട് ജ്ഞാനിയായതുകൊണ്ട്. അതിൻ്റെ ഒരു തെളിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ മഹാബ്രാഹ്മണർ അവിടേക്ക് വന്നു, അനവധി ബ്രാഹ്മണർ വന്നു. അപ്പോൾ പരീക്ഷിത്ത് പറയുന്നുണ്ട്, ഞാൻ ബ്രാഹ്മണ ശാപം സ്വീകരിച്ചിട്ട് അപ്പം ഇരിക്കണത്. അപ്പം നിങ്ങളിവിടെ വന്നു വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ ചെയ്തതായിട്ടുള്ള ബ്രാഹ്മണർക്ക് ചെയ്ത ദാനാധികാരങ്ങൾ, ബഹുമാനാധികാരങ്ങൾ, പൂജിക്കൽ, അവർ പറഞ്ഞത് കേൾക്കൽ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ബ്രാഹ്മണരുടെ ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ശാപം വന്നു കഴിഞ്ഞപ്പോൾ സ്വതേ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. അതെന്നെ ഉപേക്ഷിച്ചില്ലല്ലോ. അപ്പം എന്നിൽ ഭഗവാന്റെ കൃപയുണ്ട്, ബ്രാഹ്മണരായിട്ടുള്ള നിങ്ങളുടെ കൃപയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു കാരണം കൊണ്ട് വെറുപ്പോടോ അല്ലെങ്കിൽ ഗതികേടോണ്ടോ വിദ്വേഷത്തോടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിസ്സഹായാവസ്ഥ കൊണ്ടോ അല്ല പരീക്ഷിത്ത് ഈ വൈരാഗ്യത്തോടു കൂടിയിട്ട് പ്രായോപവേശം ചെയ്തത്. അതിനെ സമർത്ഥിച്ചെടുക്കുകയാണ്. അപ്പം അത് പ്രത്യേകം എടുത്ത് പറഞ്ഞാലാണ് അവിടെ ഈ നിർവേദനം എന്നുള്ളത് ശരിയാവുള്ളൂ. നല്ലോണം ഒന്ന് ഊന്നി പറയണം. അപ്പം അതിന് ഒഴുക്കിൽ അങ്ങോട്ട് പറഞ്ഞിട്ട് നിർവേദിച്ചിട്ട് എന്ന് പറഞ്ഞാൽ പോരാ. അപ്പോൾ ലേശാധികം ആ അർത്ഥം അത് വിശദീകരിച്ച് പറയുന്നതാണ്. അങ്ങനെ ആകുമ്പോഴേ എന്താവുള്ളൂ. കാരണം പരീക്ഷിത്താരാ? വിഷ്ണുരാധനാണ്. ഭഗവാൻ പോലും ഈ കാര്യത്തിൽ ഭാഗവതം കേൾപ്പിച്ചു ശ്രീശുക ബ്രഹ്മർഷിയാൽ. അതേപോലെ തന്നെ ഈ ഭാഗവതം എല്ലാവരിലേക്കും എത്തിപ്പെടുകയും ചെയ്തു ഈ ഒരൊറ്റ കാരണം. അപ്പോൾ അവിടെ വെറുതെ വൈരാഗ്യം ഉണ്ടായതല്ല, വൈരാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടൊരു കാരണമുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ ഈ ബ്രാഹ്മണ ശാപം. തെറ്റും കുറ്റവും കാര്യങ്ങളൊക്കെ അപ്പളേ മനസ്സിലായി. പാമ്പിനെ ചത്തപാമ്പിൻ്റെ ജഡം ശമീക മഹർഷിയുടെ കഴുത്തിലിട്ടു. അത് വേഗം തന്നെ മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന്. അപ്പോൾ തന്നെ പറയുന്നുണ്ട് രാജാവ്, വീട്ടിലെത്തുന്നതിന് മുന്നേ, കൊട്ടാരത്തിലെത്തുന്നതിന് മുന്നേ എൻ്റെ ഈ തെറ്റിനുള്ള ശിക്ഷ എനിക്ക് തരണേ. എനിക്ക് ഇനി എന്നിൽ അഭിമാനമായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ട് എന്ന് തോന്നാൻ പാടില്ല. ആ ഒരു രീതിയിൽ എനിക്ക് ശിക്ഷ തരണേ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിലുള്ള വൈരാഗ്യം വന്നതുകൊണ്ടാണ്. മനസ്സ് ശുദ്ധമായി, നിഷ്കാമായി, നിഷ്കളങ്കായി. അപ്പോഴേ മുക്തി കിട്ടുള്ളൂ. കാമവാക്കിയില്ല, കർമ്മവാക്കിയില്ല. അപ്പോഴാണ് ഭാഗവതം കേൾക്കാൻ തരായത്. അപ്പം അതുകൊണ്ട് അവിടെ നിർവിദ്യ എന്നുള്ളത് നിർവേദിച്ചിട്ട് എന്ന് മാത്രം പറയരുത്, അത് പോരാ. ഇങ്ങനെയൊക്കെ വൈരാഗ്യം വന്നിട്ട് എന്ന് പ്രത്യേകം പറയണം. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യ ഉത്തമ ശ്ലോക പരായണ ജനാ ജീവന്തി ന ആത്മാർത്ഥം അസൗ പരാശ്രയം മുമോച നിർവിദ്യ കുതക്കളേബരം. 13ാമത്തെ ശ്ലോകം. തത്സർവം ന സമാചക്ഷ പൃഷ്ടോ യദി ഹ കിഞ്ചന മന്യേ ത്വാം വിഷയേ വാചാം സ്നാദം അന്യത്ര ഛാന്ദസാത്. യത് ഇഹ കിഞ്ചന. യത് ഇപ്പോൾ ഇത് ഇഹ ഇവിടെ, കിഞ്ചന മറ്റേതെങ്കിലും ഒന്ന് എന്നുള്ള അർത്ഥത്തിൽ യാതൊന്നാണോ പൃഷ്ട ചോദിക്കപ്പെട്ടത്. സൂതനോട് ശൗനകാദി മഹർഷിമാർ പറയാണ്, ഞങ്ങളിപ്പോൾ ഇതാ കുറേ കാര്യങ്ങൾ ചോദിച്ചു. തത്സർവം അതൊക്കെ നഹ ഞങ്ങളോട് സമാചക്ഷ നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ തോക്കണം, അറിയാൻ തോക്കണം, കാണിച്ച് തരുന്ന പോലത്തിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന പോലെ ആചക്ഷ അങ്ങനെ കാണണം, കണ്ടിട്ട് മനസ്സിലാക്കണം, അങ്ങനെ പറഞ്ഞു തരണം. ഛന്ദസാത് അന്യത്ര. അവിടെ ഛാന്തസ എന്നുള്ളത് വേദം പഠിച്ചിട്ടില്ല ഈ സൂതൻ. അപ്പോൾ അതുകൊണ്ട് വേദം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഛാന്തസാത് അന്യത്ര. വൈദികങ്ങളെ ഒഴിച്ച് വാചാം വിഷയേ വാക്കുകളാൽ പറയപ്പെടേണ്ടതായിട്ടുള്ള എന്തൊക്കെയാണോ അത് മുഴുവൻ സ്നാദം നന്നായിട്ട് തന്നെ കുളിച്ചുണ്ട്, എന്ന് വെച്ചാൽ മുങ്ങിയുണ്ട്. എന്താ വെച്ചാൽ അത്രയും ജ്ഞാനമുണ്ട്, അതാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ത്വാം അങ്ങയെ മന്യേ ഞങ്ങൾ ഇതാ വിചാരിക്കുന്നു എന്ന് മന്യച്ച മനസ്സിലാക്കുന്നു, അറിയുന്നു. അങ്ങക്ക് എല്ലാവിധ അറിവുകളും ഉണ്ട് എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ എത്രത്തോളം ഞങ്ങൾക്ക് ഭംഗിയാക്കിയിട്ട് അത് കാണിച്ചു തരണ പോലെ പറഞ്ഞു തരണു, അനുഭവിപ്പിക്കണു, അങ്ങനെ ഞങ്ങൾക്കത് ചെയ്തു തരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. തർ സർവം ന സമാചക്ഷ. അത് മുഴുവൻ ഞങ്ങളോട് നന്നായിട്ട് തന്നെ പറഞ്ഞു തരൂ. പൃഷ്ട ചോദിച്ചത് മുഴുവൻ. യദീഹ കിഞ്ചന. ഇനി ഇപ്പോൾ യാതൊന്നാണോ മന്യേ ത്വാം വിഷയേ വാചാം സ്നാദം അന്യത്ര ഛാന്ദസാത്. ഇനി അഥവാ ഞങ്ങൾ ചോദിച്ചു പൃഷ്ട യദീഹ കിഞ്ചന, ഇപ്പം എന്തൊക്കെയാണോ ചോദിച്ചാൽ അതൊക്കെ അത് മുഴുവനും പ്ലസ്
മന്യേ ഞങ്ങൾ അറിയാണ് എന്ത് ത്വാം വിഷയേ വാചാം ഈ എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള വിഷയങ്ങളെയും ഏതിൻ്റെ വിഷയങ്ങൾ ഭാഗവതം തൊട്ടുള്ള ഓരോ പുരാണങ്ങളുടെയും അതേപോലെ അറിവിൻ്റെയും ജ്ഞാനം തരുന്നതായിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് മുഴുവൻ ഭഗവത് തത്വങ്ങളെ മുഴുവൻ ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള വാണികളെ വാക്കുകളെ മുഴുവൻ ഇത് മുഴുവൻ അങ്ങേക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങേ ഇതാ മാനിക്കണു, ഞങ്ങൾക്ക് അറിയും എന്നുള്ളത് അങ്ങേ ഇത് അറിയിക്കണം. സ്നാതം കാരണം അതിൽ മുങ്ങി കുളിച്ചിരിക്കുക, ജ്ഞാനവൃദ്ധനാണെന്നർത്ഥം, ജ്ഞാനത്തിൽ മുങ്ങി കുളിച്ചയാളാണ്. അതുകൊണ്ട് അങ്ങ് അന്യത്ര ഛാന്തസാത് വേദം ഒഴിച്ചുള്ള ബാക്കിയുള്ളത് മുഴുവൻ ഞങ്ങളോട് സർവം നഹ സമാചക്ഷ നന്നായിട്ട് ഞങ്ങളോട് പറഞ്ഞു തരണം. ഇങ്ങനെ പറഞ്ഞു വെച്ചു. തർസർവം നഃ സമാചക്ഷ പൃഷ്ടോ യദി ഹ കിഞ്ചന മന്യേ ത്വാം വിഷയേ വാചാം സ്നാതം അന്യത്ര ഛാന്തസാത്. ഇങ്ങനെ സന്തോഷിപ്പിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. പുകഴ്ത്തുകയും ചെയ്തു, കാര്യവും പറഞ്ഞു. എന്നാൽ അത് പറഞ്ഞു തരണം എന്നുള്ള രീതിയിൽ വേണ്ടി തോന്നിച്ചു എന്ന് സാർ, ഇത് വേണം എന്ന് തോന്നിച്ചു. അങ്ങനെയുള്ള ഭാവത്തിൽ ശ്രോതാവിനെ നമുക്ക് കാണിച്ചു തന്നു. വക്താവിനെ ഇപ്രകാരത്തിൽ ഇതാ കുറച്ചൊരു ഔത്സുക്യം ആ ഒരു രീതിയിൽ രണ്ടുപേരും എത്തിച്ചേർന്നു. ഇങ്ങനെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സൂതൻ ആ കഥയെ പറയാണ്. തൽസർവം ന സമാചക്ഷ പൃഷ്ടോ യദിഹ കിഞ്ചന മന്യേ ത്വാം വിഷയേ വാചാം സ്നാതം അന്യത്ര ഛാന്തസാത്. ഇപ്പോൾ പരീക്ഷത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് 9ാമത്തെ ശ്ലോകം തൊട്ട് 9, 10, 11, 12, 13 ഇത്രയും ശ്ലോകങ്ങൾ 3, 2, 5 ശ്ലോകങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഇനി 14ാമത്തെ ശ്ലോകം തൊട്ട് അടുത്തതിൽ പറയാം. ഇത് ഭാഗം 5 വാചികം 5 പ്രഥമസ്കന്ധം 4ാമത്തെ അധ്യായം 9 to 13. നാരായണ നാരായണ.